എടവനക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണം വിപണി 2025 തുറന്നു. This news brought to you by Kalpaga Weddings, North Parur. ഓണാഘോഷങ്ങളുടെ പങ്കിടൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി. എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ഓണം വിപണി 2025 ആരംഭിച്ചു. ഓരോ റേഷൻ കാർഡിനും വെറും 1230 രൂപയ്ക്ക് ലഭ്യമാകുന്ന സമൃദ്ധിയാർന്ന ഓണക്കിറ്റുകളാണ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ പ്രധാന വസ്തുക്കളായ ജയാരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, കടല, ഉഴുന്ന്, വൻപയർ, തൂവരപ്പരിപ്പ്. ആഘോഷ ദിനങ്ങളിലെ വിഭവ വിരുന്നിനെ രുചിയൂറുന്നതും സമൃദ്ധിയാർന്നതുമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ചേരുവകളും സഹകരണ ബാങ്ക് ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സഹകാരികളെ, അത്തം പത്തോണം മലയാളികൾക്ക് വീണ്ടും ഒരു തിരുവോണം വരവായി. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വളരെ സന്തോഷത്തോടുകൂടി ഈ മഹോത്സവം കൊണ്ടാടുകയാണ്. ഇത്രയ്ക്ക് ഏറെ ദിവസങ്ങൾ, ഏതാണ്ട് 10 ദിവസങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയാണെങ്കിൽ പോലും ഉത്സവ ദിനങ്ങളാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ മറ്റെല്ലാ രീതികളും വിട്ട് എല്ലാത്തിനും അപ്പുറം മാവേലി മന്നനെ വരവേൽക്കാനായി എല്ലാവരും സമൃദ്ധമായ ഭക്ഷണങ്ങളും ഉടുത്തൊരുങ്ങി കാത്തിരിക്കുകയാണ്. ഇനിയൊരു നാൾ അത്തരം നാളുകൾ ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് മലയാളികൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കും കഴിയാവുന്നതിൻ്റെ പരമാവധി ഭക്ഷ്യ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങിച്ച് സബ്സിഡി ഇനങ്ങൾ മാത്രം വാങ്ങിച്ച് അത് ജനങ്ങൾക്ക് നൽകുകയാണ്. ഏതാണ്ട് 10 ഇനങ്ങളാണ് ഇന്ന് രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്ത് ഇന്നിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓണാശംസകളോടെ എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1 എന്ന സന്ദേശവുമായി ആരംഭിച്ച ഓണം വിപണി ബാങ്കിന്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും ജനകീയ പ്രതിബദ്ധതയുടെയും തെളിവായി മാറുന്നു. സാമ്പത്തിക ഉയർച്ചയിലേക്ക് വളരും. അതോടൊപ്പം തന്നെ ഒരുപിടി കാര്യങ്ങൾ നമ്മുടെ ബാങ്കിൽ നമുക്ക് ചെയ്ത് സാമൂഹികപരമായ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ബാങ്ക് നഷ്ടത്തിലായാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ബാങ്കിൽ ലാഭത്തിലായാൽ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രാമത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടാനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിയുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സർവീസ് സഹകരണ ബാങ്കിനെ അത്തരത്തിൽ ഉയർത്തണം എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ലോൺ ഒരു പുതിയ സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. പരമാവധി ഗോൾഡുകൾ, സ്വർണം നമ്മുടെ ഗോൾഡ് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി നമ്മുടെ സഹകരണ ബാങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതാണ്ട് 100 രൂപയ്ക്ക് 79 പൈസ എന്ന നിരക്കിൽ ഒരു പുതിയ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 31 ദിവസം അതിൻ്റെ കാലാവധി എങ്കിൽ പോലും അതിനുശേഷം അത് പുതുക്കി വെച്ചാൽ മതി. ഈ 31 ദിവസം ഏതാണ്ട് ഈ നിരക്കിൽ 100 രൂപയ്ക്ക് 79 പൈസ, ഏതാണ്ട് 9.5% പലിശയായിട്ട് വരും. ആ നിരക്കിൽ നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് നൽകുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ 4 ബ്രാഞ്ചുകളിലും 3 ബ്രാഞ്ചുകളിലും ഹെഡ് ഓഫീസിലുമൊക്കെ ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആ സ്വർണം നമ്മുടെ ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. നമ്മുടെ ലാഭനഷ്ടത്തിൽ അത് ഒരു വലിയ പങ്ക്, നഷ്ടത്തിലായാലും ലാഭത്തിലായാലും, ഈ ഗോൾഡ് ലോൺ വഴി കിട്ടുന്ന പലിശ വഴി നമുക്ക് മുതൽക്കൂട്ട് ഏകാൻ കഴിയും. മറ്റ് ബാങ്കുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇവിടുത്തെ കാര്യമായി മറ്റ് ബാങ്കുകളിൽ കൊണ്ടുപോയി നമ്മൾ ഗോൾഡ് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഓരോ പൈസയും, നാം കൊടുക്കുന്ന ഓരോ പൈസയും ഈ ബാങ്കിൻ്റെ നന്മയ്ക്കും ഈ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പരമാവധി ഗോൾഡുകൾ നമ്മുടെ ബാങ്കിൽ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണം. അതോടൊപ്പം തന്നെ കുറികൾ, നാട്ടിൽ നിന്ന് എല്ലാവരും കുറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ബാങ്കിൽ കുറികളിൽ ചേർന്ന്
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റ് പല സ്ഥലങ്ങളിലും വളരെ ചെറിയ വളരെ സിമ്പിളായ ജാമ്യ വ്യവസ്ഥകളാണ് നമ്മുടെ ബാങ്കിൽ നാം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ബാങ്കിൻ്റെ സഹകാരികൾക്ക് ഒരു ഉപകാരപ്രദമാകും. ആ പിന്നെ നിക്ഷേപത്തിൽ നിന്നും, ഇപ്പോൾ കുറികളായിട്ടല്ല, നിക്ഷേപത്തിൽ നിന്നും പ്രതിമാസം ആ നിക്ഷേപത്തിൽ നിന്നൊക്കെ ബാങ്കിന് കിട്ടുന്ന പലിശകൾ നമുക്ക് ബാങ്കിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണ നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സഹകരണ ബാങ്കിനെ എല്ലാ രീതിയിലും സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സഹകരണത്തിന്റെ കരുത്തിൽ നാട്ടുജനങ്ങളുടെ വീടുകളിലേക്ക് സമൃദ്ധിയും സൗഹൃദവും എത്തിക്കാനുള്ള ഈ സംരംഭം ഓണാഘോഷങ്ങൾക്ക് വേറിട്ടൊരു മധുരം പകരുന്നു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.